ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ഹസ്ബൻഡ് അങ്ങനെ സ്വന്തമായിട്ടാണ് തീരുമാനിച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഈ വൈഫിനെ കൂടി കൺസിഡർ ചെയ്യണം. വൈഫിന് ഇത് ഉണ്ടാക്കാൻ കഴിയോ ഇല്ലേ, ആൾ ടയേർഡ് ആവോ, ആളുടെ വിഭാഗത്തിന് ഇത് ബാധിക്കുന്നുണ്ടോ, ആളുടെ മെന്റൽ ഹെൽത്തിനെ ഇത് ബാധിക്കുന്നുണ്ടോ, ഫിസിക്കൽ ഹെൽത്തിനെ ഇത് ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആ വൈഫിന് പ്രാധാന്യം കൊടുത്തിട്ട് വേണം മറ്റുള്ളവർ വിളിക്കാൻ. അപ്പൊ വൈഫിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെ ഒരു സൽക്കാരം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് ബാക്കി സാധനങ്ങളൊന്ന് പൈസ കൊടുത്ത് മേടിക്കണം. എന്നിട്ട് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഒന്നിച്ചിരുന്നിട്ട് കഴിക്കണം. അതും നോമ്പ് തുറപ്പിക്കൽ തന്നെ ആണല്ലോ. അല്ലാതെ എല്ലാതും വൈഫിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിച്ചിട്ട് വൈഫ് തന്നെ ഇതെല്ലാം കൂടി ഉണ്ടാക്കി വൈഫ് അത് എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ, എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, വൈഫ് അത് എൻജോയ് ചെയ്യുന്നില്ല, ക്ഷീണിക്കുന്ന ഒരാളാണ്, ആൾക്ക് വയ്യ നോമ്പ് നോറ്റിട്ട് ഇതൊന്നും ചെയ്യാനെന്നുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കരുത് എന്നാണ് ഹസ്ബൻഡ്സിനോട് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെയൊന്നും കൂലി നിങ്ങൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല. വീട്ടിലുള്ള ഒരു പെണ്ണിനെ ഇടങ്ങാറാക്കിയിട്ടൊന്നും നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ച് സൽക്കരിച്ചാലൊന്നും ആ കൂലി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണില്ല കേട്ടോ. പിന്നെന്താ പറയുക, നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ളവരല്ലേ സന്തോഷിപ്പിക്കേണ്ടത്.